ഹലോ, ഞാൻ ഇന്നിവിടെ വന്നേക്കുന്നത് ഒരു ക്വിക്കായിട്ടുള്ള ഒരു മേക്കപ്പിനെ പറ്റി, ബേസ് മേക്കപ്പിനെ പറ്റി പറയാനാണ്. നമ്മളിപ്പോൾ ഒത്തിരി കാര്യങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, CTM, P അങ്ങനെയല്ല. അപ്പൊ ഞാൻ ഇന്നിവിടെ എടുത്തേക്കുന്നത് സ്നെയിൽ എന്ന് പറഞ്ഞ കമ്പനി കേട്ടിട്ടുണ്ടാവുമായിരിക്കും. ഒരു കൊറിയൻ ബ്രാൻഡാണ്. അതിന്റെ ഒരു മോയ്സ്ചറൈസർ പ്ലസ് വന്ന അവരുടെ തന്നെ ഒരു ടോണറാണ്. ഇത് കൂടാതെ ഷിസേഡോ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഫൗണ്ടേഷൻ. ഇതിൽ ഏത് ഫൗണ്ടേഷനും നിങ്ങൾക്ക് യൂസ് ചെയ്യാം, ഏത് മോയ്സ്ചറൈസറും യൂസ് ചെയ്യാം, ഏത് ടോണറും യൂസ് ചെയ്യാം. അപ്പൊ ഇവിടുത്തെ കാര്യം എന്താ വെച്ചാൽ ഇതിനൊരു മിക്സിംഗ് പ്ലേറ്റോ ഒന്നും ആവശ്യമില്ല. ഞാൻ എല്ലാം എൻ്റെ കയ്യിൽ തന്നെയാണ് മിക്സ് ചെയ്യാൻ പോകുന്നത്. മൂന്നും ഒരുമിച്ച് മിക്സ് ചെയ്യുന്നു. അങ്ങനെയും കൈ വെച്ചിട്ട് തന്നെ ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അതായത് മേക്കപ്പിനെ പറ്റി ABCD പോലും അറിയാത്ത ഒരാൾക്കും ഈ ഒരു തരത്തിലെ ബേസ് മേക്കപ്പ് ചെയ്യാൻ പറ്റും. അപ്പൊ അത് ഞാൻ അതിലേക്ക് പോവുകയാണേ. അപ്പൊ ഞാനൊരു കുറച്ചൊരു ടോണർ ആദ്യം കയ്യിലേക്ക് എടുത്തു. കാണാൻ പറ്റുന്നുണ്ടോന്ന് അറിയില്ല. ഒരു 2 ഡ്രോപ്പ്. കാരണം ഇത് ഒത്തിരി ആയി കഴിഞ്ഞാൽ കുറച്ച് വെള്ളം പോലെ ഫീൽ ചെയ്യും. അപ്പൊ അതുകൊണ്ട് കുറച്ചാണ് എടുത്തേക്കുന്നത്. അടുത്തത് വന്നിട്ട് മോയ്സ്ചറൈസർ. അത് വളരെ ഒരു കുഞ്ഞു ക്വാണ്ടിറ്റി. അവരുടെ ഈ പ്രോഡക്ട്സ് എല്ലാം തന്നെ ഭയങ്കരമായിട്ട് എന്താ പറയണ്ട, സ്റ്റിക്ക് ഓൺ ആകുന്ന മാതിരി ഭയങ്കര ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ക്രീമാണ്. അപ്പൊ ഇതിലേക്ക് ഞാൻ എൻ്റെ ഫൗണ്ടേഷൻ കൂടെ മിക്സ് ചെയ്യും. ജസ്റ്റ് കയ്യിൽ തന്നെയാണ് മിക്സ് ചെയ്യുന്നത്. പ്ലേറ്റ് ഒന്നുമില്ല, ബ്രഷ് വേണ്ട, ഒന്നും വേണ്ട. ഇത് ഞാൻ മിക്സ് ചെയ്തു. എന്നിട്ട് ഇനി ഞാൻ കൈ കൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യണേ. അതേമാതിരി ഞാൻ എൻ്റെ വിരലുകൾ കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യും. നമ്മൾ കൈ കൊണ്ട് അപ്ലൈ ചെയ്യുമ്പോൾ ഉള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ കൈക്ക് പൊതുവെ ചൂട് കൂടുതൽ കാണും. അപ്പൊ ഇത് പെട്ടെന്ന് തന്നെ ബ്ലെൻഡ് ആകാനായിട്ട് ബ്രഷിനെക്കാളും ഒരു എന്താ പറയണ്ട വാട്ടറിൽ സ്ക്യൂസ് ചെയ്ത ബ്യൂട്ടി ബ്ലെൻഡറിനെക്കാളും ഏറ്റവും എളുപ്പം സാധാ ആൾക്കാർക്ക്, അതായത് ഓഫീസ് ഗോയിങ് അല്ലെങ്കിൽ കോളേജ് ബ്രഷിനെ പറ്റി നോളജ് ഇല്ലാത്തവര്, സാധാ വീട്ടമ്മമാർ, അവർക്കൊക്കെയാണ് ഇത് വളരെ യൂസ്ഫുൾ. അതായത് നമ്മുടെ ഒരു കയ്യിൽ തന്നെ മിക്സ് ചെയ്യുന്നു, എന്നിട്ട് നമ്മൾ അങ്ങ് അപ്ലൈ ചെയ്യുന്നു, അത്ര തന്നെ. എപ്പോഴും അപ്ലൈ ചെയ്യുമ്പോൾ ഫേസ് പോലെ തന്നെ കഴുത്തിലേക്ക് കൊടുക്കാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ ഫേസ് ഒരു കളറും കഴുത്ത് വേറൊരു കളറും ആയിരിക്കും. അതുപോലെ ചെവിയിലേക്കും ആക്കരുത്. ഒരു കോട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം റെസ്റ്റ് കുറച്ച് എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അത് വീണ്ടും എല്ലാ ഭാഗത്തും ഓരോ ഡോട്ട് വെച്ചിട്ട് ഒരേപോലെ വീണ്ടും ഒരു സെക്കൻഡ് ലെയറിലേക്ക് പോകാം. കാരണം നമ്മൾ എത്ര ലെസ് ക്വാണ്ടിറ്റി എടുത്താലും ഒരു ചില സമയത്ത് വന്ന് അത് ചിലപ്പോൾ ഒന്ന് കൂടിയെന്നിരിക്കാം. ബേസ് റെഡി ആയി കഴിഞ്ഞു. ഇപ്പൊ നമ്മൾ ആദ്യം ഒരെണ്ണം അപ്ലൈ ചെയ്തു, രണ്ടാമത് അപ്ലൈ ചെയ്തു, അങ്ങനെ ഇല്ലാണ്ട് വളരെ ക്വിക്കായിട്ടുള്ള ഒരു ഒരു ബേസ് ഫൗണ്ടേഷൻ ഇതാണ്, മേക്കപ്പാണ് ഞാൻ ഇന്നിവിടെ കാണിച്ചത്. എല്ലാം നമ്മുടെ തന്നെ കയ്യിൽ മിക്സ് ചെയ്യുക. എല്ലാത്തിന്റെ ക്വാണ്ടിറ്റി വന്ന് വളരെ കുഞ്ഞായിരിക്കണം. അതായത് ഒരു ഡ്രോപ്പ് അല്ലെങ്കിൽ ഒരു 1 to 1.5 ഡ്രോപ്സേ വരാൻ പാടുള്ളൂ. മിക്സ് ചെയ്യുക. ജസ്റ്റ് സാധാരണ നമ്മളൊരു പോൺസിന്റെയോ എന്തിന്റെങ്കിലും ഒരു ക്രീം അപ്ലൈ ചെയ്യുന്ന അത്രയും ലാഘവത്തോടെയാണ് ഞാൻ ഇത്രയും വലിയ ഒരു സംഭവമായ പ്രോഡക്ട്സ് അപ്ലൈ ചെയ്തേക്കുന്നത്. ഇപ്പൊ കാണുമ്പോൾ അറിയാലോ, നല്ലൊരു ഫിനിഷ് കിട്ടിയിട്ടില്ലേ. അപ്പൊ ഇന്ന് ഇതായിരുന്നു എൻ്റെ ഒരു ഇത്. ഞാൻ ഫുൾ മേക്കപ്പിലേക്ക് പോകുന്നില്ല. അപ്പൊ ഇതിന്റെ ഒരു ഫൗണ്ടേഷൻ ആപ്ലിക്കേഷൻ എങ്ങനെ എത്ര എളുപ്പമായിട്ട് എത്ര ലഘുവായിട്ട് നിങ്ങളെ ഒന്ന് ഞാൻ മനസ്സിലാക്കി തരാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്ന് ഇങ്ങനത്തെ ഒരു ആപ്ലിക്കേഷൻ ഫോം എടുത്തത്. അപ്പൊ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നത് വരെ ബൈ.